നമസ്കാരം. നാടിന്റെ നാവറിയാൻ നേരറിയാൻ നാട്ടുവട്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായും കൊടുക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണമാണ്. തീർച്ചയായും കേരളത്തിൽ ഇത്രയും ജനകീയനായ ഒരു നേതാവ്, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മൾ ആലോചിച്ചാൽ, ഒരു വലിയ ധനം സമ്പാദിക്കാത്ത, എന്നാൽ കൂടുതൽ സമയം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ ജാടകളില്ലാത്ത, അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ കസേരയിൽ പോലും പിന്നെ വേറെ ആൾ കയറി ഇരുന്നപ്പോലും പുള്ളി വളരെ സൗമ്യനായിട്ട് പോലീസിനെയോ സെക്യൂരിറ്റി ഗാർഡിനെയോ ഒന്നും വിളിക്കാതെ തന്നെ അതിൻ്റെ കൂടെയുള്ള അവരൊരു വേറൊരു മന്ത്രിയെ തന്നെ വിളിച്ച് മാറ്റി നിർത്തുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ഏതാണ്ട് ഇതിലെ സാധാരണ ഐതിഹ്യ കഥകളിലൊക്കെ കേൾക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം ഓരോരുത്തരും അനുഭവസ്ഥർ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ മുന്നേ പോയ ഒരു നേതാവിനെ കുറിച്ചും അത് ഏത് പിന്നെ മുന്നണിയിലായാലും നമ്മൾ കേട്ടിട്ടില്ല. ഇതൊരു പ്രത്യേകമായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അനുസ്മരണ വാർത്തയാണ് നമ്മൾ ഇന്ന് ആദ്യം കൊടുക്കുന്നത്. നാട്ടുവട്ടം വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നാളെ ജൂലൈ 24 അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം അഥവാ ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേ ആണ്. വിവർത്തകനും നിഘണ്ടുക്കാരനുമായ സി മാധവൻപിള്ള ചരമദിനമാണ്. കലാമണ്ഡലത്തെ കൽപ്പിത സർവകലാശാലയായി പ്രഖ്യാപിച്ച ദിവസമാണ്. കേരള നെൽവയൽ സംരക്ഷണ ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയ ദിവസമാണ്. കമ്പ്യൂട്ടർ മൗസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡഗ്ലസ് എൻ ഗൽബർട്ട് ചരമദിനമാണ്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച ISRO മുൻ ചെയർമാൻ പ്രൊഫസർ UR റാവു അന്തരിച്ച ദിവസമാണ്. ന്യൂട്രോൺ കണ്ടെത്തിയ ജെയിംസ് ചാഡ്വിക് ചരമദിനമാണ്. നമുക്കിന്ന് ഇന്റർനാഷണൽ സെൽഫ് കെയർ ഡേയെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം. അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം ജൂലൈ 24 ആഘോഷിക്കുന്നു. ആരോഗ്യത്തിന്റെ മൂലക്കല്ല് സ്വയം പരിചരണമാണ്. ആരോഗ്യത്തിന്റെ ഫലപ്രദമായ സ്വയം മാനേജ്മെന്റിന്റെ നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ അവബോധം വളർത്താനുള്ള അവസരമാണിത്. ആളുകൾ തങ്ങളെ തന്നെ പരിപാലിക്കേണ്ടതിന്റെയും തങ്ങളെ തന്നെ ഒന്നാമതെത്തിക്കേണ്ടതിന്റെയും ആവശ്യകത തിരിച്ചറിയുന്നതിനാൽ സ്വയം പരിചരണം അവിശ്വസനീയമാം വിധം പ്രാധാന്യമർഹിക്കുന്നു. ഇന്ന് സ്വയം പരിചരണം പരിശീലിക്കാൻ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നത് നടക്കുക മാത്രമാണ്. സ്വയം പരിചരണം ആരോഗ്യത്തിന്റെ നിർണായകമായ മൂലക്കല്ലാണ്. അതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി 2011 ഇന്റർനാഷണൽ സെൽഫ് കെയർ ഫൗണ്ടേഷൻ അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം സ്ഥാപിച്ചു. സ്വയം പരിചരണത്തിന്റെ പ്രയോജനങ്ങൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. വാർഷിക തീമിനെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനം ലോകമെമ്പാടുമുള്ള ആരോഗ്യകരമായ ജീവിതം, സ്വയം പരിചരണ പരിപാടികളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ്. സ്വയം പരിചരണം എന്ന ആശയം കുറച്ചു കാലമായി നിലവിലുണ്ട്. എന്നാൽ ആരോഗ്യത്തിന് ഊന്നൽ നൽകുന്നതിനാൽ ഇത് അടുത്തിടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുന്നതും ശരിയായ ശുചിത്വം പാലിക്കുന്നതും മുതൽ ഒരാളുടെ ദിനചര്യയിൽ രോഗപ്രതിരോധ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നത് വരെ ഇതിൽ ഉൾപ്പെടുന്നു. മാനസികാരോഗ്യം മുതൽ വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള തെറാപ്പി വരെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ സ്വയം നിയന്ത്രിക്കാനാകും. സുഖകരമായിരിക്കാൻ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ സ്വയം പരിചരണം പരിശീലിക്കുന്നു. ശാരീരികമായും മാനസികമായും വൈകാരികമായും സ്വയം പരിചരണം വലിയ ഗുണം ചെയ്യും. ചിലർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്വയം പരിചരണത്തിന്റെ മറ്റു മേഖലകളുണ്ട്. ഉദാഹരണത്തിന് സാമ്പത്തിക സ്വയം പരിചരണത്തിൽ കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുന്നതും സമ്പാദ്യത്തിലേക്ക് പണം നിക്ഷേപിക്കുന്നതും ഉൾപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലെ സമയം നിരീക്ഷിക്കുന്നതും നിങ്ങളുടെ വീടിനെ അലങ്കോലപ്പെടുത്തുന്നതും പരിസ്ഥിതി സ്വയം പരിചരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ഏതുതരം സ്വയം പരിചരണം ശീലമാക്കിയാലും ഒരുവൻ നേട്ടങ്ങൾ കൊയ്യാൻ ബാധ്യസ്ഥനാണ്. ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഉള്ളത് 2 പ്രധാന നേട്ടങ്ങളാണ്. സ്വയം പരിചരണത്തിന്റെ മറ്റ് നേട്ടങ്ങൾ സമ്മർദ്ദം കുറയുന്നതും അമിതഭാരം കുറയുന്നതും ഉൾപ്പെടുന്നു. പരിചരിക്കുന്നവർക്ക് സ്വയം പരിചരണം വളരെ പ്രധാനമാണ്. ഒരു പരിചരിക്കുന്നയാൾക്ക് അവരുടെ സമയവും ഊർജവും മറ്റൊരാൾക്ക് പകരാൻ എളുപ്പമാണ്. അങ്ങനെ ചെയ്യുന്നത് ആത്യന്തികമായി ദോഷം ചെയ്യും. ഒഴിഞ്ഞ പാനപാത്രത്തിൽ നിന്ന് ഒഴിക്കാനാവില്ല. ആദ്യം സ്വയം പരിപാലിക്കുക. ഇന്റർനാഷണൽ സെൽഫ് കെയർ ഫൗണ്ടേഷൻ 2011 ഈ ദിനം സ്ഥാപിതമായി. ആഗോള ശ്രദ്ധയോടെ UK ആസ്ഥാനമാക്കിയുള്ള ഒരു ചാരിറ്റിയാണ് IFS. ഓരോ വ്യക്തിയും ആദ്യം സ്വയം പരിപാലിക്കുമ്പോൾ ആരോഗ്യകരമായൊരു സമൂഹം ആരംഭിക്കും. ഏറ്റവും ശ്രദ്ധേയമായി 2019 ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനത്തോട് അനുബന്ധിച്ച് ജൂൺ 24 ആരംഭിച്ച് ജൂലൈ 24 അവസാനിക്കുന്ന സ്വയം പരിചരണ മാസം പ്രഖ്യാപിച്ചു.
ലോകാരോഗ്യ സംഘടനയുടെയും പങ്കാളികളുടെയും പ്രാദേശിക ദേശീയ തലത്തിലുള്ള സംരംഭങ്ങൾ ഉയർത്തിക്കാട്ടാൻ അനുവദിക്കുന്നതാണ് ഈ ദിവസം. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. അപ്പ സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും ആരൂപമായിരുന്നെന്ന് ചാണ്ടി ഉമ്മൻ. ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോഴാണ് അപ്പയോട് ജനങ്ങൾക്കുള്ള ആദരവ് മനസ്സിലാകുന്നതെന്നും അപ്പ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരുന്നതെന്നും അതിന് കാരണം അപ്പയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുമായിരുന്നെന്നും ചാണ്ടി ഉമ്മൻ. കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് G രാജേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കുണ്ടറ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാജു D പണിക്കർ, UDF നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം, കൺവീനർ G വേണുഗോപാൽ, KRB സഹജൻ, K ബാബുരാജൻ, നാസിമുദ്ദീൻ ലബ്ബ, ഫൈസൽ കുളപ്പാടം, അനീഷ് പടപ്പക്കര, സിന്ധു ഗോപൻ, ഷറഫ് കുണ്ടറ, ഇന്ദിര എന്നിവർ സംസാരിച്ചു. കാണുക എന്നുള്ളതാണ്, അതേ മനസ്സിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ സന്തോഷം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഓരോ സാധാരണക്കാരായ മലയാളികളും കാണിച്ചു തന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് നമുക്ക് കരുത്ത് പകരുന്നത്, അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് ശക്തി പകരുന്നത്. മാത്രമല്ല, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ശ്രീ PC വിശ്വനാഥിനെ പോലുള്ള നേതാക്കളാണ് നമ്മൾ അദ്ദേഹം തുടർന്നും ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് തരുന്നത്. കാരണം അദ്ദേഹത്തെ പോലെ തന്നെ സൗമ്യമായി ഇടപെടുവാനും ജനങ്ങളുമായിട്ട് സംവദിക്കുവാനും വ്യത്യസ്തമായ ശൈലിയായിരിക്കും. പക്ഷെ അദ്ദേഹം കാണിച്ചു കൊടുത്തൊരു പാതയുണ്ട്. ആ പാതയിലൂടെ അദ്ദേഹത്തിന് പോകാൻ പറ്റും. എനിക്ക് വേറൊരു പാതയിൽ പോകാൻ പറ്റത്തില്ല. പാതയിൽ പോയാൽ തന്നെ ആൾക്കാർ സമ്മതിക്കത്തില്ല. അദ്ദേഹത്തിനും അതേപോലെ തന്നെയാണ്. അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തൊരു പാത, അദ്ദേഹം പഠിച്ചൊരു സ്കൂൾ അതാണ്, അതനുസരിച്ചാണ് അദ്ദേഹം പോകുന്നത്. നമുക്ക് അങ്ങനെ ഒരു ശൈലിയാണ് സാധാരണക്കാരായ ആർക്കും ഇഷ്ടപ്പെടുക. നമുക്ക് വേറൊന്നും വേണ്ട, ആത്മാർത്ഥമായ പ്രവർത്തനം, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുക, സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് ഞാൻ കരുതുക. സത്യസന്ധമായ കാര്യങ്ങൾ പറയുക, അതിനകത്തൊരു കാപട്യമില്ല, ഒരു കള്ളത്തരമില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുകയും അത് ആ സമൂഹത്തിന് വേണ്ടി നിലനിർത്താനുള്ള ധൈര്യം, അതാണ് ഞങ്ങൾക്കുള്ള പാത, നമുക്കുള്ള പാത. നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ടുള്ള പാതയും അത് തന്നെയാണ്. കാരണം നമുക്ക് ജനകീയമായ ഒരു ശൈലിയിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നും ആ കല്ലറയിൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഞാൻ ആ കല്ലറയിൽ പോയപ്പോൾ ഇന്നും അവിടെ ആളുകളുണ്ട്. ഈ 52 ഉത്തരവുകളുടെ സമാഹാരം ഒരു പുസ്തകമായിട്ട് ഇറക്കി. അതിൽ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എറണാകുളത്തെ ബഹുജന സമ്പർക്ക പരിപാടിയിൽ ഒരു മകൻ അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ശബരിമലയിൽ പോയ വഴിയിൽ മരണപ്പെട്ടു. ഈ ശബരിമല ക്ഷേത്രം നിൽക്കുന്നത് റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ്. അന്നത്തെ നിയമം അനുസരിച്ച് ഈ മരണപ്പെട്ട പഞ്ചായത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത്. അപ്പോൾ ഈ മകൻ ഈ പെരുന്നാട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടക്കുകയാണ്, ഇത് കിട്ടുന്നില്ല. അപ്പോഴാണ് സാറിന് മനസ്സിലായത്. സാർ ഒരു ഉത്തരവിറക്കി, ഇനി മുതൽ മരണപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന് വേണമെന്നില്ല, അവിടുത്തെയോ അല്ലെങ്കിൽ സംസ്കരിച്ച സ്ഥലം എവിടെയാണോ ആ പഞ്ചായത്തിലെയോ സർട്ടിഫിക്കറ്റ് മതി. ഇപ്പോൾ അപ്പം എവിടെ വെച്ച് കാസർഗോഡ് വെച്ച് മരിച്ചാലും അടക്കിയത് പിന്നെ പെരുമ്പുഴയിലാണെങ്കിൽ എളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് മതി. അപ്പോൾ അതായിരുന്നു ബഹുജന സമ്പർക്ക പരിപാടി. അങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ അവരെ സ്വീകരിച്ചത്. അവർ ചാന്ദ്രദിനാഘോഷം നടത്തി. പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് LPSൽ ചാന്ദ്രദിനാഘോഷം നടത്തി. PTA പ്രസിഡന്റ്
അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ബാലവേദി ജില്ലാ കൺവീനർ മോഹൻദാസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. അമ്പിളി വിസ്മയത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി. കുട്ടികൾ കൊണ്ടുവന്ന റോക്കറ്റ് മാതൃകൾ പ്രദർശിപ്പിച്ചു. ഹെഡ്മിസ്ട്രസ് എസ് സിമി, സ്റ്റാഫ് സെക്രട്ടറി വിജി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. പ്രവർത്തനോദ്ഘാടനം പ്രതിഭകളെ ആദരിക്കൽ നടന്നു. യുവജനങ്ങളെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആഗോളതലത്തിൽ ശാഖകളുള്ള പ്രസ്ഥാനമാണ് YMCA എന്ന് PC വിശ്വനാഥ് MLA. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ നിന്ന് യുവതലമുറയെ മോചിപ്പിക്കുന്നതിന് യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കൂട്ടായ്മകൾ അനിവാര്യമാണ്. മുളവന YMCAയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. YMCA പ്രസിഡന്റ് KG മാമച്ചൻ അധ്യക്ഷത വഹിച്ചു. SSLC, +2 പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും YMCAയുടെ ആദ്യകാല പ്രവർത്തകരായ P കൊച്ചുമത്തായി, KK തോമസ് കുട്ടി, കുഞ്ഞു എന്നിവരെയും MLA ആദരിച്ചു. പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര, പേരയം മാർത്തോമ ചർച്ച് വികാരി റവറൻ റോയി G വർഗീസ്, പേരയം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് പാപ്പച്ചൻ, ലളിത സജീവ്, S സുരേഷ് കുമാർ, മുൻ പഞ്ചായത്ത് അംഗം G അനിൽകുമാർ, YMCA ഭാരവാഹികളായ അഡ്വക്കേറ്റ് K ഐസക്, ലിസി സാം, PT ജോൺ, KK തോമസ് കുട്ടി, P കൊച്ചുമത്തായി, KM ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ? ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ? ഫുൾ A+ നിങ്ങളുടെ സ്വപ്നമാണോ? ആദ്യമെത്താൻ അറിവിൽ തുടങ്ങണം, ആഴത്തിൽ തുടങ്ങണം. മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴിമതിക്കാട്, ചൊവ്വള്ളൂർ. മധുരം മാമ്പഴവും പുളിയൂറും പച്ചമാങ്ങയും കഴിക്കാത്തവരുണ്ടാവില്ല. മധുരം പോലെ സുഖകരമല്ല പുളിപ്പ്. മധുരവും പുളിപ്പും പഴവർഗ്ഗങ്ങളിൽ തന്നെയുണ്ട്. എന്തുകൊണ്ടാണ് ചില പഴങ്ങൾ മധുരിക്കുകയും ചില പഴങ്ങൾ പുളിക്കുകയും ചെയ്യുന്നത്? വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കായയിലേക്ക് ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പഞ്ചസാര ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കും. വെള്ളത്തിൽ ലയിച്ച പഞ്ചസാര കായയിലെത്തുമ്പോൾ അന്നജം, കൊഴുപ്പ്, ജൈവാമ്ലങ്ങൾ എന്നീ വസ്തുക്കളായി മാറുന്നു. ഇവയൊന്നും വെള്ളത്തിൽ ലയിക്കുന്നവയല്ല. മാത്രവുമല്ല, ഇവയ്ക്ക് അസുഖമായ ഒരു രുചിയുമുണ്ട്. എന്നാൽ കായ് പഴുക്കാൻ തുടങ്ങുമ്പോൾ ഇവ പൂർണ്ണമായോ ഭാഗികമായോ പഞ്ചസാരയായി മാറുന്നു. ഈ മാറ്റം പൂർണ്ണമായി സംഭവിക്കുകയാണെങ്കിൽ, അതായത് അന്നജം, കൊഴുപ്പ്, ജൈവാമ്ലങ്ങൾ മുതലായവ മുഴുവൻ പഞ്ചസാരയായി മാറുകയാണെങ്കിൽ പഴത്തിന് നല്ല മധുരം കാണും. ഉദാഹരണം മാമ്പഴം. പക്ഷേ എല്ലാത്തരം കായ്കളും പഴുക്കുമ്പോൾ ഇങ്ങനെ പൂർണ്ണമായ മാറ്റം സംഭവിക്കുന്നില്ല. ജൈവാമ്ലങ്ങൾ മാറ്റത്തിന് വിധേയമാകാതെ നിലകൊള്ളുന്നു. ഇത്തരം പഴങ്ങൾ എത്ര തന്നെ പഴുത്താലും അവയ്ക്ക് പുളിയോ ചവർപ്പോ ആയിരിക്കും. ഉദാഹരണം ചെറുനാരങ്ങ. എത്ര പഴുത്താലും പുളിക്കും. അതിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡാണ് ഇതിന് കാരണം. ടാർട്ടാറിക് ആസിഡിന്റെ സാന്നിധ്യം മൂലം വാളംപുളിക്ക് പുളിയായിരിക്കും. പഴുത്ത നെല്ലിക്കയുടെ ചവർപ്പ് അതിലടങ്ങിയിരിക്കുന്ന അസ്കോർബിക് ആസിഡ് മൂലമാണ്. മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്തിന് 2.65 കോടി രൂപ അനുവദിച്ചു. 9 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാകും. മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ 1-ാം പ്ലാറ്റ്ഫോമിനെയും 2-ാം പ്ലാറ്റ്ഫോമിനെയും ബന്ധിപ്പിച്ച് നടപ്പാലം നിർമ്മിക്കുവാൻ റെയിൽവേ മന്ത്രാലയം 2.69 കോടി രൂപയുടെ എസ്റ്റിമേറ്റിന് അനുമതി നൽകിയതായി കൊടുക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. നാഗപ്പൂർ ആസ്ഥാനമായ വെങ്കിടേഷ് എഞ്ചിനീയറിംഗ് നിർമ്മാണ കമ്പനിയാണ് നടപ്പാലത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 9 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് കരാർ. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ, സീനിയർ സെഷൻ എഞ്ചിനീയർ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്കാണ് നിർമ്മാണ മേൽനോട്ടം. നേരത്തെ 3.5 കോടി രൂപ ചെലവഴിച്ച് പ്ലാറ്റ്ഫോമിന്റെ ഉയരം വർദ്ധിച്ചു. സർക്കുലേറ്റിംഗ് പാർക്കിംഗ് ഏരിയ നവീകരണം, കെട്ടിട നവീകരണം ഉൾപ്പെടെ ചെയ്തു കഴിഞ്ഞു. പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും MP അറിയിച്ചു. നിങ്ങളുടെ കുട്ടികൾ അലസരാണ്, മഹാവികൃതികളാണ്, വൈകി ഉറക്കം ഉണരുന്നവരാണ്. മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും. യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ MPV CBN കളരി, ഇളമ്പള്ളൂർ, കേരളപുരം, സമാന്തര റോഡ്, ESIക്ക് എതിർവശം, കുണ്ടറ. ഫോൺ നമ്പർ 94 47 11 99 80. അത്തിയുടെ ഗുണങ്ങൾ. അത്തി, ഇത്തി, അരയാൽ, പേരാൽ ഇവയാണ് നാൽപ്പാമരം. ഇവ ഇട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് പ്രസവാനന്തര പരിചരണത്തിൽ പെടുന്നു. കോലരക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോലരക്ക കിടത്തി വളർത്തിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന അതിഥി വൃക്ഷമാണ് അത്തി. ഉദുംബരം സംസ്കൃത നാമം. അത്തിമരത്തിന്റെ തോലും ഇലയും പഴവും ഔഷധത്തിന് ഉപയോഗിക്കുന്നു.
അത്യാർത്തവം, രക്തം ചുമച്ചു തുപ്പൽ, വായ്പുണ്ണ് എന്നീ രോഗങ്ങൾക്ക് അത്തിപ്പഴം തേൻ ചേർത്ത് കഴിക്കാം. വേവിച്ച് കഴിക്കുന്നത് ആന്തരികാവയവങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കുവാൻ പറ്റുന്നതാണ്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സം മൂലം കുറയുന്ന രോഗം മാറ്റാൻ അത്തിപ്പഴം തിന്നുന്നത് നല്ലതാണ്. അത്തിപ്പഴവും അത്തിവെള്ളവും പ്രമേഹത്തിന് ഉത്തമം. അത്തിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ പ്രമേഹക്കുരു ഉണ്ടാവില്ല. പ്രകൃതിയായുള്ള ഇൻസുലിനാണ് അത്തിവെള്ളം. പൂച്ചമാന്തിയ മുറിവിന് അത്തിമരത്തോൽ അരച്ചിടാം. പിത്തരോഗങ്ങൾക്ക് തളിരിലകൾ പൊടിച്ചതും പഴവും തേനും ചേർത്ത് കഴിക്കാം. അത്തിമരത്തോൽ പൊടിച്ച് ആട്ടിൻപാലിൽ കലക്കി കഴിച്ചാൽ അത്യഗ്നി ശമിക്കും. ഫൈബ്രോയിഡ്, അർബുദം ഇവയിലും അത്തിമരത്തോലിന്റെ പൊടി ഉപയോഗിക്കും. മലബന്ധം മാറാൻ കുട്ടികൾക്കും പ്രയോജനകരം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത് ശീമ അത്തിയാണ്. പക്ഷേ ഗുണത്തിലും ഔഷധവീര്യത്തിലും നാടൻ അത്തിയാണ് ഉത്തമം. നാടൻ അത്തി ഇന്ന് അപൂർവമായി കൊണ്ടിരിക്കുകയാണ്. അത്തി നിൽക്കുന്ന പറമ്പിൽ വെള്ളമുണ്ടാവും. കിണറിനും മറ്റും സ്ഥാനം കാണുമ്പോൾ അത്തി പോലുള്ള മരങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ വെള്ളമുണ്ട് എന്ന് ഉറപ്പിക്കാം. അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെ ശുദ്ധീകരിക്കാൻ അത്തിക്ക് പ്രത്യേക കഴിവുണ്ട്. നാടൻ അത്തി കായ കൊണ്ട് ക്യാൻസറിനുള്ള ഒരു സിദ്ധ ഔഷധം ഉണ്ടാക്കാറുണ്ട്. മുലപ്പാൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അത്തിക്ക്. അത്തിയുടെ കറയും വേലിൽ നിന്നും എടുക്കുന്ന നീരുമെല്ലാം പല രോഗങ്ങൾക്കുമുള്ള ഔഷധമാണ്. ചവർപ്പ് രസം മുറിവിനെ ഉണക്കും. ദഹനപ്രക്രിയയിലെ ക്രമക്കേട് കൊണ്ട് പൊളിച്ചുതികട്ടലുണ്ടായാൽ മൂക്കിലെ മ്യൂക്കസിന് നാശം സംഭവിക്കും. കണ്ണിലും ഇതുണ്ടാകാം. ചെറിയ പൊടിയോ പുകയോ കൂടി അസഹ്യമാകും. കണ്ണിലും മൂക്കിലും ജലസ്രാവം ഉണ്ടാകും. തുമ്മലും ഉണ്ടാകും. പൊടിയും പുകയും പുറത്താക്കാനുള്ള ശരീരത്തിന്റെ ശ്രമമാണത്. ഇന്നതിന് അലർജി എന്ന് പറയുന്നു. അത്തിയുടെ ഇളയ കായ കറി വെച്ച് കഴിച്ചാൽ ഇത് ശമിക്കും. നെഞ്ചെരിച്ചിലും പൊളിച്ചു തികട്ടലും മൂലം മലദ്വാരത്തിൽ എരിച്ചിലും വിള്ളലും രക്തസ്രാവവും ഉണ്ടാകാം. ക്രമേണ ഇത് അർശസും ഭഗന്തരവും ക്യാൻസറുമൊക്കെയായി പരിണമിക്കാം. ഇതിനെല്ലാം അത്തിക്കായ കറി നല്ലതാണ്. അത്തിയുടെ ഇളയ കായ 5 എണ്ണം മോരിലരച്ച് സേവിച്ചാൽ അശൃംഖരം പെട്ടെന്ന് ശമിക്കും. മലബന്ധം മാറാൻ കുട്ടികൾക്കും പ്രയോജനകരം. ശുക്ലത്തിലെ ബീജക്ഷയവും ബീജ അഭാവവും അത്തിപ്പഴത്തിൽ സിന്ദൂരം ചേർത്ത് കഴിച്ചാൽ തീരും. കൗണ്ട് വർധന ഉണ്ടാവും. സൂര്യപ്രകാശത്തിൽ കറക്കുന്ന ദ്രവ്യങ്ങളിൽ അന്നമുണ്ട്. ഈ ഗുണം കൊണ്ട് 4-5 അത്തിക്കായ കഴിച്ചാൽ മറ്റാഹാരമില്ലാതെ ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കും. അത്തിക്കറ വെള്ളയാണ്. വെള്ള നിറം ജലധാതുവിനെ കുറിക്കുന്നു. നരസിംഹ രസായനം അത്തിപ്പാൽ കൊണ്ടരച്ച് ഗുളികയാക്കി സേവിച്ചാൽ കുട്ടികളിലെ രക്താർബുദം ശമിക്കും. വൃക്കയിലെ അരിപ്പകൾ അടിഞ്ഞുപോകുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന വൃക്കരോഗം. ഈ രോഗത്തിൽ മൂത്രത്തിൽ വെളുത്ത ഈറൻ കാണും. ക്രിയാറ്റിൻ വർദ്ധിക്കുകയും ചെയ്യും. അത്തിയുടെ തളിരില 3 എണ്ണം എടുത്ത് പ്രഭാതത്തിൽ മോര് ചേർത്ത് സേവിച്ചാൽ ഈ രോഗം ശമിക്കുന്നതാണ്. തേൻ ചേർത്തും സേവിക്കാവുന്നതാണ്. 3 ദിവസം സേവിക്കണം. ദിവസവും 2-3 അത്തിപ്പഴം കഴിച്ചാൽ ദഹിക്കാതെ വയറ്റിൽ കിടക്കുന്ന കല്ല്, എല്ല്, മുടി മുതലായവ 4-5 ദിവസം കൊണ്ട് പുറത്തു പോകും. അഗ്നിമാന്ദ്യമുള്ളവർ വൈകിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ 2-3 അത്തിപ്പഴം ഇട്ട് വെച്ചിരുന്ന് രാവിലെ ആ വെള്ളവും അത്തിപ്പഴവും കൂടി കഴിച്ചാൽ അഗ്നിദീപ്തി ഉണ്ടാകും. മലബന്ധം മാറി നല്ല ശോധനയും ഉണ്ടാകും. രക്തശുദ്ധിക്കും നല്ലതാണ്. അതിമൂത്രത്തിനും മൂത്രകൃച്ഛത്തിനും നന്ന്. അത്തിപ്പഴവും ബദാം പരിപ്പും കൂടി സേവിച്ചാൽ ഓർമ്മയ്ക്കും ബുദ്ധിക്കും നന്ന്. അത്തിത്തൊലിക്ക് ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവുകളുമുണ്ട്. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ 7 സിനിമ ഇപ്പം യൂട്യൂബിലുണ്ട്. തീർച്ചയായിട്ടും 6 മുതൽ നീ ഞാൻ വരെയുള്ള സിനിമകളാണ് യൂട്യൂബിലുള്ളത്. ആ സിനിമകൾ ഇനിയും കണ്ടിട്ടില്ലാത്തവർ കാണണം. കണ്ടവർ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ആ സിനിമകളുടെ ലിങ്കുകൾ എത്തിച്ചു കൊടുത്ത് കൂടുതൽ പേരിലേക്ക് സിനിമകൾ എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ 8ാമത്തെ സിനിമ കർമ്മ ഈ ഞായറാഴ്ച വൈകുന്നേരം 4:30 ആശുപത്രിക്കുള്ള വീണൂസ് കോളേജിൻ്റെ ഹാളിലാണ് അതിൻ്റെ ആദ്യ പ്രദർശനവും യൂട്യൂബ് റിലീസ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് നിങ്ങൾ ഓരോരുത്തരും ആ പ്രദർശനം കാണാൻ എത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാളെ വീണ്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.